മുസ്ലിം കമ്മ്യൂണിറ്റിയെയും ക്രിസ്ത്യാനികളെയും ഒപ്പം നിർത്താതെ ബി ജെ പിക്ക് കേരളത്തിൽ അധികാരം പിടിക്കുക അസാധ്യമാണ്. ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ നിയന്ത്രിക്കപ്പെട്ടതോടുകൂടി മതപരിവർത്തനം തീർന്നു, അവരുടെ ഒരുപാട് ഡെവലപ്മെൻ്റൽ വർക്ക്സ് തീർന്നു. അപ്പോൾ അതൊക്കെ അവർക്ക് വാശിയാണ്. മിസ്ഡ് കോളിലൊക്കെ ആളുകൾ വോട്ട് ചെയ്യും. അത് നരേന്ദ്രമോദിയെ കണ്ടുകൊണ്ടാണ്. ഇവിടുത്തെ ആരും കണ്ടുകൊണ്ടല്ല ഈ മിസ്ഡ് കോൾ കൊടുക്കുന്നത്. ഇവിടുത്തെ ഒരു നേതാവിനെ കണ്ടുകൊണ്ടല്ല മിസ്ഡ് കോൾ കൊടുക്കുന്നത്. നമസ്കാരം. ഇന്റർവ്യൂവിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. അതിഥി അയച്ചിരുന്നു ശ്രീ കോന്നി ഗോപകുമാർ. വെൽക്കം സർ, വെൽക്കം ടു ഇന്റർവ്യൂ. സർ, കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വിശദമായി സംസാരിച്ചത് ബി ജെ പിയിൽ വരേണ്ട ചില മാറ്റങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ താങ്കൾ ഉന്നയിച്ച ഒരു കാര്യം പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് നേതൃത്വത്തിന് വേണം. രണ്ടാമതൊരു കാര്യം ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിൽ അവർക്ക് എവിടെയാണ് പാകപ്പിഴ സംഭവിക്കുന്നത്, എന്ത് മാറ്റമാണ് അവർ വരുത്തേണ്ടത്? അതായത് ഇലക്ഷൻ എഞ്ചിനീയറിങ് ബി ജെ പി എത്ര ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ അവസാനത്തെ രണ്ട് ഉദാഹരണമാണ്. ഒന്ന് ഹരിയാനയും ഒന്ന് മഹാരാഷ്ട്രയും. ഹരിയാനയിൽ എല്ലാ നിരീക്ഷകരും പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന്. അവസാനം സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ബി ജെ പി അധികാരത്തിൽ വന്നു. അവിടെ സംഭവിച്ചത് ജാട്ട് ഭൂരിപക്ഷത്തിനെ കയ്യിലെടുത്തുകൊണ്ട് ബി ജെ പിയെ തകർക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. ബി ജെ പി അതിന് വളരെ ഫലപ്രദമായിട്ട് എങ്ങനെ മറികടന്നു എന്ന് ചോദിച്ചാൽ, ജാട്ടുകാരെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ബാക്കി ന്യൂനപക്ഷങ്ങളെ, പിന്നോക്കക്കാരെ കൂടെ നിർത്തി അവർ ഇലക്ഷൻ ജയിച്ചു. ഇത് തന്നെ യു പി ചെയ്തിട്ടുണ്ട്. യു പിയിൽ ഈ മുലായം സിംഗും അദ്ദേഹത്തിൻ്റെ മകൻ അഖിലേഷ് യാദവും ഒക്കെ ചെയ്യുന്നൊരു കാര്യം, യാദവ മുസ്ലിം കൂട്ടുകെട്ടിലൂടെ അധികാരത്തിൽ വരികയാണ്. അതാണ് അവരുടെ ഒരു ഇക്വേഷൻ. ആ ഇക്വേഷനെ ബി ജെ പി പൊളിച്ചു എന്ന് പറഞ്ഞാൽ യാദവരും മുസ്ലിങ്ങളുടെയും കൂട്ടുകെട്ട് നടന്നോട്ടെ, പക്ഷേ ജനസംഖ്യയിൽ വേറെ ആളുകളുണ്ടല്ലോ, അവരെപ്പോൾ പിന്നോക്കക്കാരെയും മറ്റാളുകളെയും ചേർത്ത് നിർത്തി അവർ ആ ഇലക്ഷനെ വിജയിച്ചു. അതാണ് ഇപ്പം മഹാരാഷ്ട്രയിൽ എന്താ സംഭവിച്ചത്. മഹാരാഷ്ട്രയിൽ വിദർഭ എന്ന് പറയുന്നത് പിന്നെ ശരത് പവാറിൻ്റെ മേഖലയാണ്. വിദർഭയിലെ കർഷകർ ആത്മഹത്യ ചെയ്തു നമ്മുടെ നമ്മളിവിടെ പത്രത്തിൽ കാണാം. അപ്പം വിദർഭയൊക്കെ പോയി 62 സീറ്റാണ് വിദർഭയിലുള്ളത്. അവിടെയാണ് ബി ജെ പി പിടിച്ചത്. അവിടെ കർഷകരെ കൂടെ നിർത്തി തന്നെ അവർ ആ തെരഞ്ഞെടുപ്പ് രക്ഷപ്പെട്ടു. കാരണം വെച്ചാൽ ഈ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പിന്നെ വിറ്റഴിക്കാനും കർഷകരുടെ പെൻഷനും കർഷകർക്ക് വേണ്ടി ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ കർഷകരെ ബോധ്യപ്പെടുത്താൻ പറ്റി. ഓരോ കർഷകനെയും അവർക്ക് ബോധ്യപ്പെടുത്താൻ പറ്റി. അതുപോലെ തന്നെ കൊങ്കൺ മേഖലയിൽ ഇവിടെ ഒക്കെ ബി ജെ പി നേടിയ ഒരു നേട്ടം. മറാഠ മേഖലയിൽ ഏറ്റവും വലിയ രസം, കഴിഞ്ഞ പ്രാവശ്യം അവർ ഈ കോൺഗ്രസ് സഖ്യം ജയിച്ചത് മറാഠയിൽ മനോജ് ജരംഗെ എന്ന് പറഞ്ഞാൽ മനോജ് ജാരംഗെ പട്ടീൽ എന്ന് പറഞ്ഞൊരു ഒരു നേതാവുണ്ട്. അയാളാണ് മറാഠ കലാപത്തിൻ്റെ സംവരണത്തിൻ്റെ ആളാണ്. മറാഠികൾക്ക് സംവരണം കൊടുക്കണമല്ലോ. ഒപ്പം മുസ്ലിങ്ങളുടെ കൂടെ കൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മറാഠ മേഖലയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അവരവിടെ തിരിച്ചടിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മറാഠയിലൊക്കെ അവർ കൊടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒന്നിച്ച് നിന്നാൽ രക്ഷപ്പെടും, ഭിന്നിച്ച് നിന്നാൽ ഇടപാട് തീരും എന്ന് പറഞ്ഞു. അവർ സംഭവിച്ചാൽ മറാഠയിലെ സവർണരായ കുറേ ആളുകളെ കൂടെ നിർത്താൻ ഈ മനോജ് ജരംഗെ പട്ടേലിന് പറ്റി എന്നുള്ളതല്ലാതെ പിന്നോക്കക്കാർ മുഴുവൻ അങ്ങ് മാറി, അവർ മുഴുവൻ ഇവരുടെ കൂടെ എത്തി. ഞാൻ പറഞ്ഞു വന്നത് ഇതിനാണ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ ഉദാഹരണം നമ്മുടെ ജമ്മു കാശ്മീരിലേക്ക് വരും. ജമ്മു കാശ്മീരിൽ 2002 ഇലക്ഷൻ നടക്കുമ്പോൾ ബി ജെ പിക്ക് ഒരു സീറ്റാണ് ഉണ്ടായിരുന്നത്. അന്ന് കോൺഗ്രസ്സിന് 20-25 സീറ്റുണ്ട്. 2024 വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ബി ജെ പിക്ക് 24 സീറ്റായി, കോൺഗ്രസിന് മുമ്പുണ്ടായിരുന്ന 12 മാറി 6 സീറ്റിലേക്ക്. ബാരാമുള്ളയിൽ പോലും 2ാം സ്ഥാനത്ത് ബി ജെ പി വന്നില്ലേ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇപ്പോൾ യു പി തന്നെ ഉദാഹരണം എടുത്താൽ 27 ജില്ലകളിൽ ബി ജെ പിയുടെ എം പിമാർ, അതായത് മുസ്ലിം ഭൂരിപക്ഷമുള്ള 27 ജില്ലകളിൽ നിന്നാണ് ബി ജെ പിയുടെ 93 MLA അവിടെ വരുന്നത്. 136 MLA സമാജ്വാദി പാർട്ടിക്കുണ്ട്, അത് വേറെ കാര്യം, അവർക്കതിന് സ്വാധീനമുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംസ്ഥാനത്തെ ഡെമോഗ്രഫി, ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ ചിന്താഗതി, എങ്ങനെ അവരുടെ വോട്ട് വാങ്ങിക്കാൻ കഴിയും, എങ്ങനെ അവരെ ഒപ്പം നിർത്താൻ കഴിയും, ഇതാണ് ഇലക്ഷൻ എഞ്ചിനീയറിംഗിൻ്റെ ബേസിക്കായുള്ള പാഠം. അത് കേരളത്തിൽ നന്നായിട്ട് അറിയാവുന്നത് CPM-നാണ്. കോൺഗ്രസിന് അതിൻ്റെ ആവശ്യമില്ല. കാരണം കോൺഗ്രസ് ഒരു ജനമുന്നേറ്റം, ആൾക്കൂട്ടത്തിന് ഇതൊന്നും ഇല്ലല്ലോ. ഇവിടെ ബി ജെ പി നേരിടുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അത് അനീഷ് പരിശോധിച്ചുകൊണ്ട് 2 മുന്നണികൾ. ഒന്ന് LDF-ൻ്റെ മുന്നണി. LDF-ൻ്റെ മുന്നണിയുടെ ബേസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ശക്തിയും ചൈതന്യം അവരുടെ കേഡറാണ്. പൊളിറ്റിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള കേഡറാണ്. നിങ്ങളൊരു CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയോട് ചോദിച്ചു, കൃത്യം പൊളിറ്റിക്സ് പറയും. നമ്മൾ ചോദിച്ചില്ലെങ്കിലും ബ്രാഞ്ച് സെക്രട്ടറി പൊളിറ്റിക്സ് പറയും. കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ അവന് അതിൻ്റെ ആവശ്യമില്ല. നല്ല വൃത്തിയായിട്ട് കതറുമൊക്കെ ഇട്ട് ആളുകളോടെ ചിരിച്ച് വെളുക്ക ചിരിച്ച് ആളുകൾക്ക് ഇഷ്ടവുമാണ്.
കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങൾ അംഗീകരിക്കുന്ന പ്രാദേശിക നേതാക്കന്മാരുള്ള പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പം അത്തരം പ്രാദേശിക നേതാക്കന്മാരിൽ സമ്പന്നമായ കോൺഗ്രസ് അതൊരു ആൾക്കൂട്ടമാണ്. ഇപ്പുറത്ത് കേഡർ പാർട്ടി കൊണ്ടുള്ള CPM. ഇതിനിടയ്ക്ക് വേണ്ടേ ഒരു സ്പേസ് BJP കണ്ടെത്താൻ? അവരെവിടെ അതിൻ്റെ സ്പേസ് കണ്ടെത്തിയിരിക്കുന്നത്? എന്തുകൊണ്ട് പറ്റുന്നില്ല? ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഇല്ലാത്തതുകൊണ്ട്. അവർക്ക് ഇവിടെ BJPക്ക് വളരണമെങ്കിൽ ആദ്യം BJP നേതാക്കന്മാർ ഇവിടുത്തെ ഡെമോക്രഫി മനസ്സിലാക്കണം. മുസ്ലിം കമ്മ്യൂണിറ്റിയെയും ക്രിസ്ത്യാനികളെയും ഒപ്പം നിർത്താതെ BJPക്ക് കേരളത്തിൽ അധികാരം പിടിക്കുക അസാധ്യമാണ്. അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഉദാഹരണത്തിന് ഈ തിരുവനന്തപുരം പാർലമെൻറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിന് കൃത്യമായിട്ട് അവർക്കറിയാമായിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചിന്. അവരാദ്യം കണക്കാക്കേണ്ടത് ലത്തീൻ സഭയുടെ വോട്ട് കിട്ടാൻ സാധ്യതയില്ല. അത് മനസ്സിലാക്കി വേണം പോകാൻ. ലത്തീൻ സഭയുടെ ഒരു വോട്ട് കിട്ടിയില്ലെങ്കിലും തിരുവനന്തപുരം ജയിക്കാം. മറ്റു വോട്ടുകൾ കിട്ടിയാൽ മതി. പക്ഷേ മറ്റു വോട്ടുകൾ സമാഹരിക്കുന്നതിലാണ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ചെയ്ത പോലെ കേരളത്തിലെ BJPക്ക് ചെയ്യാൻ പറ്റാതെ പോയത്. അതിനുള്ള ശേഷിയും ശേമുഷിയുള്ള നേതൃത്വം പ്രാദേശികമായിട്ട് വേണ്ടേ? അതില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ തീരുമാനം എടുത്തോണം, ലത്തീൻ സഭ സപ്പോർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്താൽ എല്ലാവരുടെയും വോട്ട് കിട്ടില്ല, സഭ നമുക്ക് എതിരാണ് എന്ന് വിചാരിച്ച് തന്നെ വളവ് തിരിയുമ്പോൾ എതിരെ വണ്ടി വരുന്നല്ലേ വളവ് തിരിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി രൂപീകരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഡെഫിനറ്റായിട്ട് തിരുവനന്തപുരത്ത് ജയിക്കാൻ പറ്റുമായിരുന്നു. അതാ ഞാൻ പറഞ്ഞ ഇലക്ഷൻ ഒരു എഞ്ചിനീയറിംഗിൻ്റെ അഭാവമാണ് ഇവർക്കുള്ളത്. മനസ്സിലായി. ഇപ്പോൾ ദേശീയ തലത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് ന്യൂഡൽഹി വരെ എത്തിയതിന് പിന്നിൽ ഈ പറയുന്നത് പോലെയുള്ള ഏജൻസികളുടെ അല്ലെങ്കിൽ PR ഏജൻസി അല്ലെങ്കിൽ എന്താ പറയുക ഈ പറയുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇലക്ഷൻ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുന്ന സ്ട്രാറ്റജിസ്റ്റുകളുടെ ഉപദേശത്തിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയതും അദ്ദേഹം വിജയിച്ചതും നേട്ടങ്ങൾ കൈവരിച്ചത്. ഇപ്പോൾ ബംഗാളിലേക്ക് വന്നു കഴിഞ്ഞാൽ മമതാ ബാനർജിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറാണ് ഈ പറഞ്ഞ തിരുവനന്തപുരം മണ്ഡലത്തിൽ തന്നെ മത്സരിച്ചത്. ഈ കളികളെല്ലാം ഡൽഹിയിൽ നിന്ന് കണ്ട് പഠിച്ചിട്ട് വന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ പറയുന്നത് പോലെ ഈ പറയുന്ന ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ടീമൊക്കെ ഇവിടെ വരികയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു കാൽക്കുലേഷൻ ഏതോ രീതിയിൽ പോയിരുന്നു. പക്ഷേ ആ കാൽക്കുലേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ടർമാരുടെ ചിന്താഗതി പോയി. അത് കണ്ടെത്താനോ തടയാനോ അവർക്ക് സാധിച്ചില്ല. അപ്പോൾ സ്ട്രാറ്റജി ഇല്ലാത്തത് കൊണ്ടല്ല, ഇംപ്ലിമെന്റ് ചെയ്ത സ്ട്രാറ്റജി പരാജയപ്പെട്ടു അല്ലെങ്കിൽ പാളിപ്പോയി എന്നുള്ളതല്ലേ തിരുവനന്തപുരം പ്രോസ്പെക്റ്റിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ മനസ്സിലാക്കി. അല്ല, തിരുവനന്തപുരത്തെ പ്രശ്നം വെച്ചാൽ തിരുവനന്തപുരത്ത് പറ്റിയത് വിഴിഞ്ഞ ഒഴിച്ചുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇപ്പോൾ ട്രിവാൻഡ്രം, പിന്നെ നിയമമുണ്ട്, അവർക്ക് പിന്നെ കഴക്കൂട്ടമുണ്ട്, അവർക്ക് മെജോറിറ്റി ഉള്ള കോൺസ്റ്റിറ്റ്യുവൻസികളുണ്ടല്ലോ. അവിടുത്തെ വോട്ട് പരമാവധി വർദ്ധിപ്പിച്ച് വേണം വിഴിഞ്ഞത്തിനെ ഈ വോട്ടിനെ മറികടക്കാൻ. അത് കൃത്യമായിട്ട് അവർ ചെയ്തില്ല. അത് ചെയ്യണമെന്നുള്ള പ്രോബ്ലം വെച്ചാൽ ആളുകളെ കൊണ്ട് പരമാവധി വോട്ട് ചെയ്യിക്കണം. മുഴുവൻ ആളുകളെയും ബൂത്തിലെത്തിക്കാൻ രാജീവ് ചന്ദ്രശേഖരനോ അദ്ദേഹത്തിൻ്റെ ടീമോ വിചാരിച്ചാൽ പറ്റുമോ? ലോക്കൽ ലെവലിലുള്ള പാർട്ടി കേഡർ വിചാരിച്ചെങ്കിലല്ലേ അത് നടക്കുള്ളൂ. ആ പാർട്ടി കേഡറിനെ ചലിപ്പിക്കേണ്ടതാരാണ്? ജില്ലാ പ്രസിഡന്റും അദ്ദേഹത്തിൻ്റെ ടീമും അല്ലേ. അപ്പോൾ ആ കാര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ BJPയുടെ ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നതിൽ പോളിംഗ് പെർസെൻറ്റേജ് അവിടെ കുറവായിരുന്നു. മാക്സിമം ആളുകളെ അവിടെ എത്തിക്കണമായിരുന്നു, അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കണമായിരുന്നു, അതിൻ്റെ പ്രാധാന്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. അത് ചെയ്തില്ല. അപ്പം രാജീവ് ചന്ദ്രശേഖരനോ അദ്ദേഹത്തിൻ്റെ ടീമിനോ പരിമിതിയുള്ളത്. ഇവിടെ നിന്ന് അത് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, രാജീവ് ചന്ദ്രശേഖരനെ പെട്ടെന്നാണ് സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് ശരിക്കും സ്ഥാനാർത്ഥിയാണെങ്കിൽ 2 മാസം മുമ്പ് തന്നെ തീരുമാനിക്കണ്ടേ. കേരളത്തിൽ ഒരു ദിവസം രാവിലെ ഒരു ഫൈൻ മോർണിംഗിൽ ഒരാളിനെ തന്നിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ കേരളീയർ എടുക്കത്തില്ല. ശശി തരൂർ 3-4 ടേമായിട്ട് ജയിക്കുന്ന ഒരാളാണ്, ഒരു ഇൻ്റർനാഷണൽ പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ശശി തരൂരിനെതിരെ ഒരാളെ നിർത്തുമ്പോൾ കൃത്യമായി ഹോംവർക്ക് ചെയ്ത് ഇലക്ഷൻ വന്ന ഒരു സുപ്രഭാതത്തിലല്ലല്ലോ. ശശി തരൂരാണ് തിരുവനന്തപുരത്ത് നിൽക്കുന്നതെന്നും ഈ പാർട്ടിക്കാർക്കോ അതിൻ്റെ നേതാക്കന്മാർക്കോ അറിയാമല്ലോ. തിരുവനന്തപുരം പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ശശി തരൂരായിരിക്കും എതിർ സ്ഥാനാർത്ഥി. അദ്ദേഹത്തെ തോൽപ്പിച്ച് തിരുവനന്തപുരം പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത നേതാക്കന്മാരാണെങ്കിൽ എങ്ങനെയാണ് അനീഷയെ കേരളത്തിലെ BJP പിടിച്ച് നിൽക്കുന്നത്? മനസ്സിലായി. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ ഈ ഒരു സംഗതി ഫലപ്രദമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് CPM എന്ന് പറഞ്ഞത് ശരിയാണ് താൻ. പക്ഷേ BJP പറയുമ്പോൾ ഒരു കേഡർ പാർട്ടിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കേഡർ സിസ്റ്റം എന്ന് പറഞ്ഞ് ജില്ലാ തലത്തിൽ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് മണ്ഡലം തലത്തിലേക്ക് വരുന്നു. പക്ഷേ അതിന് താഴെത്തട്ടിലേക്ക് പലയിടങ്ങളിലും അവർക്ക് ബൂത്ത് കമ്മിറ്റികൾ പ്രവർത്തിക്കാൻ ആൾക്കാരില്ല, അല്ലെങ്കിൽ ബൂത്ത് കമ്മിറ്റികൾ തന്നെ ഇല്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് പറയുന്നു. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എത്രയൊക്കെ മിഷനറി ജില്ലാ തലത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും താഴെത്തട്ടിൽ ചെയ്യേണ്ട ആൾക്കാർ അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ട ആൾക്കാർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ 140 കോൺസ്റ്റിറ്റ്യുവൻസിയിലും അവർ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ മലപ്പുറം അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമില്ലാത്ത ചില മേഖല അതവിടെ നിൽക്കട്ടെ. അവർക്ക് സ്വാധീനമുള്ള മേഖലയിൽ അവർക്ക് നന്നായിട്ട് പ്രവർത്തിക്കാം. അതിനാവശ്യം ഇവരുടെ പാർട്ടി പ്രവർത്തകരെ പൊളിറ്റിക്കലി ട്രെയിൻ ചെയ്യണം. ഇവർക്ക് ഉത്സവം നടത്താനറിയാം, കുതിരയെടുക്കാൻ അറിയാം. അമ്പലത്തിൽ പോകാനും ദൈവത്തിനെ തൊഴാനും ഒന്നും പിന്നെ BJPക്കാരൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ നേരിട്ട് പോകല്ലേ. 2019 ശബരിമല കത്തി നിന്നപ്പോൾ പോലും പത്തനംതിട്ട അവർക്ക് ജയിക്കാൻ പറ്റിയില്ല. ആളുകൾ ആർക്കാ വോട്ട് ചെയ്ത്? UDFനാണ്. എന്തുകൊണ്ടാണ് UDFന് വോട്ട് ചെയ്തത്? BJPക്ക് വോട്ട് ചെയ്താൽ LDF ജയിക്കുമെന്ന് ഭയന്നാണ് UDFന് വോട്ട് ചെയ്തത്. ഇവിടെ തന്നെ ബെന്നറ്റ് എബ്രഹാമും
അതുപോലെ തന്നെ പിന്നെ ഒ രാജഗോപാലും ശശി തരൂരും കൂടെ നിന്നപ്പോൾ പല ആളുകളും പറഞ്ഞു ബെന്നറ്റ് എബ്രഹാം ജയിക്കുമെന്ന് ഭയന്നാണ് ശശി തരൂർ നോട്ട് ചെയ്തത്. വളരെ ചെറിയ വോട്ടിനാണല്ലോ രാജഗോപാൽ തോറ്റുപോയത്. അപ്പം ഞാനിത് പറഞ്ഞു വന്നത്, കൃത്യമായിട്ട് വോട്ടർമാരെ എഡ്യൂക്കേറ്റ് ചെയ്യണമെങ്കിൽ എഡ്യൂക്കേറ്റഡ് കേഡർ വേണം. ഇവർ ഈ കോടികളെ ഇലക്ഷൻ മുടക്കുമല്ലോ, ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കേരളത്തിൽ ഓരോരുത്തരും ഓരോ കോടി രൂപ കൊടുത്താലും BJP ജയിക്കാൻ പോകുന്നില്ല. അതിന് ചെയ്യേണ്ടത് അതിനൊരു കേഡർ സംവിധാനം, പൊളിറ്റിക്കലി ട്രെയിൻഡ് കേഡർ ഉണ്ടാകണം. അത് ബൂത്ത് തലത്തിൽ തന്നെ. ഇവർ ഈ ഇലക്ഷന് ചെലവഴിക്കുന്നതിൻ്റെ 4/1 തുകയുണ്ടെങ്കിൽ നല്ല ഒന്നാം തരം കേഡറിനെ വാർത്തെടുക്കാൻ അവർ കഴിയും. അതിന് പറ്റുന്ന നേതൃത്വം വേണം പാർട്ടിക്ക്, എങ്കിലേ പറ്റുള്ളൂ, അല്ല പറ്റില്ല. അല്ലെങ്കിൽ CPM-ഉം കോൺഗ്രസുമായിട്ടൊന്നും പിടിച്ചു നിന്നവർക്ക് വളരാൻ പറ്റില്ല. പിന്നെ രണ്ടാമതൊരു കാര്യമുള്ളത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കേരളത്തിലെ ഡെമോഗ്രഫിയാണ്. ഇപ്പം തന്നെ മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ടാണ് BJPക്ക് ആവശ്യമുള്ളത്. ഈ ഡെമോഗ്രഫി പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിം വോട്ടാണ് കിട്ടാൻ പ്രയാസം എന്നല്ലേ നമ്മുടെ ഒരു പൊതുസങ്കല്പം. മുസ്ലിം വോട്ട് കിട്ടാൻ പ്രയാസമാണ്. പക്ഷേ മുസ്ലിം വോട്ട് കിട്ടുക അസാധ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അസാധ്യമാണെന്ന് പറയാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഞാൻ കേരള രാഷ്ട്രീയം നിരീക്ഷിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. കാരണം കേരളത്തിലെ ഈ മുസ്ലിം പൊളിറ്റിക്സ് ഒരു രാവിലെ ഉണ്ടായ ഒരു കാര്യമല്ല. 1940 ലാഹോർ പ്രമേയം പാസ്സാക്കുന്നു മുസ്ലിം ലീഗ്. അവിടെ നിന്നാണ് പാകിസ്ഥാൻ വേണം എന്ന് പറഞ്ഞത്. അന്ന് അഖിലേന്ത്യാ മുസ്ലിം ലീഗിൽ വ്യക്തമായി ഇതിനോട് യോജിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു, യോജിക്കാത്ത ആൾ. എന്നാലും മുസ്ലിം ലീഗിൻ്റെ പ്രമേയത്തോടെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ 2 തരത്തിലാണ് പിന്നെ നിലപാടെടുത്തത്. ഇപ്പം അബ്ദുൽ കലാം ആസാദിനെ പോലുള്ള ആളുകൾ, ആദ്യത്തെ വിദ്യാഭ്യാസം അതിന് ശക്തമായിട്ട് അതിനെ വിയോജിച്ച് നിന്ന ഒരാളാണ്. അപ്പം മുസ്ലിങ്ങളും ഹിന്ദുക്കളും 2 വ്യത്യസ്തമായ സംസ്കാരമാണെന്നും അവർക്കൊന്നിച്ച് കഴിയാൻ പറ്റുകയില്ലെന്നും ഉള്ളൊരു നിലപാടെടുത്താണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സയ്യിദ് അഹമ്മദ് ഖാൻ നിലപാടുകാരനായിരുന്നു. അതേസമയം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു ബദറുദ്ദീൻ തയ്യാബ്ജി. അദ്ദേഹത്തിന് സമകാലികനാണ്. അതിശക്തമായിട്ട് അതിനെ എതിരായിട്ട് നിന്നിട്ട് ഇന്ത്യക്കൊരു ദേശീയതയുണ്ടെന്നും ആ ദേശീയതയിലെ മുസ്ലിമിനും ഹിന്ദുക്കൾക്കും ഇവിടെ പ്രവർത്തിക്കാൻ സ്പേസ് ഉണ്ടെന്നും നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടതാണെന്നും പറഞ്ഞു. ഏറ്റവും രസകരമായ ഒരു കാര്യം, ഈ അഭിപ്രായക്കാരനായിരുന്നു മുഹമ്മദ് അലി ജിന്ന. ജിന്നയെ ഒരു വർഗീയവാദിയാക്കിയത് കോൺഗ്രസ്സാണ്. അതാണ് സത്യം. ഞാൻ അതിലേക്ക് വിശദമായി പോകുന്നില്ല. അതുകൊണ്ടാണ് ജിന്നയുടെ ഖബർ സന്ദർശിച്ച LK അദ്വാനി എഴുതിയത് ജിന്ന ഒരു സെക്കുലർ നേതാവായിരുന്നു. ജിന്ന ഒരു സെക്കുലർ നേതാവാണ്. ഞാൻ ചരിത്രം പിന്നെ വായിച്ചിട്ടുള്ള ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ പറയാം, ജിന്ന ഒരു മതമൗലികവാദിയായിരുന്നില്ല, അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു. മദ്യപിക്കുന്ന ആളായിരുന്നു, പുകവലിക്കുന്ന ആളായിരുന്നു, പോർക്കിൻ്റെ മാംസം കഴിക്കുന്ന ആളായിരുന്നു. ഇതൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ജിന്ന. അപ്പം ജിന്ന എന്ന് പറയുന്ന ഒരു വലിയ പേഴ്സണാലിറ്റി ആയിരുന്നു. ആ പേഴ്സണാലിറ്റിയോടുള്ള നെഹ്റുവിൻ്റെ വിയോജിപ്പ്. കാരണം വെച്ചാൽ നെഹ്റുവിൻ്റെ കാട്ട് ഒട്ടും മോശമല്ലായിരുന്നു ജിന്ന. ആനന്ദഭവൻ വലിയ കാര്യമായിട്ട് നമ്മൾ കൊട്ടിഘോഷിക്കുന്നു അലഹബാദിൽ. മുംബൈയിലെ ജിന്ന ഹൗസ് അതുപോലെ തന്നെ വലിയ വീടാണ്. ജിന്ന വലിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. പ്രഗത്ഭന പിന്നെ അഭിഭാഷകനായിരുന്നു, നല്ല പ്രഭാഷകനായിരുന്നു. അദ്ദേഹത്തിന് അവസാനം ട്യൂബർകുലോസിസ് വന്നു എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. അവസാനം ജിന്നയ്ക്കൊരു സ്പേസ് കൊടുക്കാതെ അലി ബ്രദേഴ്സിനെ മഹാത്മാഗാന്ധി പ്രൊമോട്ട് ചെയ്തു. അലി ബ്രദേഴ്സ് അവർ വളരെ മതമൗലികവാദികളായ ആളുകളായിരുന്നു. ജിന്നയെ പാർശ്വവൽക്കരിച്ചപ്പോൾ നിവൃത്തിയില്ലാതാണ് ജിന്ന കോൺഗ്രസ് വിട്ടുപോയത്. നിവൃത്തിയില്ലാതെ അല്ല, ജിന്ന നമ്മൾ പറയുന്ന പോലെ ഒരു മോശം നേതാവൊന്നും അല്ലായിരുന്നു, വളരെ സെക്യുലർ വീക്ഷണമുള്ള ആളായിരുന്നു. ചരിത്രം അതല്ല ഞാൻ പറഞ്ഞു വന്നത്. ഈ ഒരു ഇതിൻ്റെ റിഫ്ലക്ഷൻ കേരളത്തിലുണ്ടായി. കേരളത്തിലും പാകിസ്ഥാൻ വേണം എന്നുള്ള ചിന്താഗതിയുള്ള ആളുകളുണ്ടായിരുന്നു. അന്നാണ് മലപ്പുറത്തെ മുദ്രാവാക്യം വന്നത്, പത്തണയ്ക്കൊരു കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്നാണ് പറഞ്ഞത്. മലപ്പുറത്ത് നടന്ന മുദ്രാവാക്യം ഞാൻ ഈ പറയുന്നത്. പക്ഷേ അതിനെതിരായും ഇവിടെ ജനവികാരം ഉണ്ടായിരുന്നു. അതിന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ ഒന്നിച്ച് നിൽക്കണമെന്ന് ശക്തമായ നിലപാടുണ്ടായിരുന്ന ആളായിരുന്നു അബ്ദുൾ റഹ്മാൻ സാഹിബ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. ഇപ്പോൾ 80 വർഷം കഴിഞ്ഞു അദ്ദേഹം മരിച്ചിട്ട്, 80 വർഷമായി. അപ്പോൾ 1945 അദ്ദേഹം മരിച്ചുപോയി. അബ്ദുൾ റഹ്മാൻ സാഹിബ് ശക്തമായ കോൺഗ്രസ്സുകാരനായിരുന്നു. അബ്ദുൾ റഹ്മാൻ സാഹിബിന് അന്നും കോൺഗ്രസ് ആയതിൽ ഞാൻ ദേശീയ ബോധമുള്ള മുസ്ലിങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ കാര്യം. അവരങ്ങനെയാണ്, കോൺഗ്രസിൻ്റെ നേച്ചർ പണ്ട് തൊട്ടേ അങ്ങനെയാണ്. ആര്യാടൻ മുഹമ്മദ് അതാ ഞാൻ പറഞ്ഞത്. ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസിൻ്റെ ഏറ്റവും നല്ല ദേശീയ മുസ്ലിം ആയിരുന്നു. അദ്ദേഹത്തിന് അർഹിക്കുന്ന പ്രാധാന്യം കോൺഗ്രസ്സുകാർ കൊടുത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സൈഡ് ചെയ്തു. ഒരു പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യതയുള്ള ആളായിരുന്നു. ആന്റണിയേക്കാൾ എത്രയോ മെറിറ്റുള്ള ആളാണ് ആര്യാടൻ മുഹമ്മദ്. ആന്റണിക്ക് പോലും ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ ഒറ്റയ്ക്ക് ഭരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ്. ഷൗക്കത്ത് നല്ല നേതാവ്. ഇപ്പോൾ ഷൗക്കത്തിനെ ഒതുക്കാനായിട്ട് കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും ശരി. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ദേശീയ ബോധമുള്ള മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട്. പക്ഷേ അവരെ എണ്ണത്തിൽ കുറവാണെന്ന് വെച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് അലി അക്ബറിനെ നേരിടേണ്ടി വന്ന അപമാനം എത്ര വലുതാണെന്ന്. ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു
ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. രാമസിംഹൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ എയർപോർട്ടിൽ വെച്ച് ഒരു BJP നേതാവ്, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, അയാൾ പരസ്യമായി അപമാനിച്ചതിനെക്കുറിച്ച് ദുഃഖത്തോടെ അലി അക്ബർ പറയുകയാണ്. ഈ സന്ദീപ് വാര്യർ വിട്ടുപോയ ഒരു പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്. ഒന്നും വേണ്ട, ഡോക്ടർ അബ്ദുൽ സലാം VC ആയിട്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പ്രചരണത്തിന് നരേന്ദ്രമോദി എത്തിയപ്പോൾ ആ ജീപ്പിൽ അദ്ദേഹത്തിനെ കയറാൻ അനുവദിച്ചില്ല. അരെ വൈസ് ചാൻസലറായിരുന്ന പണ്ഡിതനായ ഒരു സ്ഥാനാർത്ഥിയെ പ്രധാനമന്ത്രിയുടെ ജീപ്പിൽ കയറാൻ അനുവദിക്കാതിരുന്ന മന്ദബുദ്ധികളെ കുറിച്ച് എന്താ പറയുന്നത്? ഇവർക്ക് എങ്ങനെ മുസ്ലിം വോട്ട് പിടിക്കാൻ പറ്റുന്നില്ല? ഇനിയിപ്പോൾ അഥവാ ആരെങ്കിലും താങ്കൾ പറഞ്ഞതുപോലെ ഒരു സെക്യുലർ ചിന്താഗതി അല്ലെങ്കിൽ ഒരു ജനാധിപത്യ കാഴ്ചപ്പാട്, സെക്യുലർ എന്ന് പറയുന്നില്ല, ജനാധിപത്യ കാഴ്ചപ്പാട് നിന്നുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്യാമെന്ന് കരുതിയാൽ പോലും ഇത്തരം ചെയ്ത്തുകൾ ഇവിടെയുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ എങ്ങനെ അവരെ വിശ്വസിക്കും, എങ്ങനെ അവരോടൊപ്പം നിൽക്കും? മുസ്ലിങ്ങളെ കുറ്റം പറയാൻ സാധിക്കുമോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ദേശീയധാര മുസ്ലിങ്ങളുടെ ഇടയിൽ, കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ കൃത്യമായ ദേശീയധാര ഉണ്ട്. അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെ പാരമ്പര്യമുള്ള ഒരു വലിയ വിഭാഗം മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹമീദ് ചേത്തമംഗൽ ഒരു കുറച്ച് ദിവസം മുമ്പ് മാതൃഭൂമിയിൽ എഴുതിയത്, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് 3 ഫോട്ടോകൾ അവരുടെ തറവാട്ടിൽ വെക്കുമായിരുന്നു. ഒന്ന് ഗാന്ധിയുടെ, മറ്റൊന്ന് നെഹ്റുവിൻ്റെ, മറ്റൊന്ന് അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെ. വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ആളാണ്. അബ്ദുൾ റഹ്മാൻ സാഹിബിനെ അനുസ്മരിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനെ അന്വേഷിച്ച് കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പഠനം നടത്തിയിട്ടുണ്ടോ? അദ്ദേഹത്തെക്കുറിച്ച് ഒരു പ്രസംഗത്തിൽ പറയുമോ? അതാണ് ഞാൻ പറഞ്ഞത്. ദേശീയ ചിന്താഗതിയുള്ള മുസ്ലിങ്ങൾക്ക് ഒരു കാരണവശാലും കോൺഗ്രസ്സിൽ ഇടം കിട്ടത്തില്ല. അവരെ ഫോക്കസ് ചെയ്യണം BJP. കാരണം വെച്ചാൽ അവിടാണ് ഞാൻ പറഞ്ഞത്, അലി അക്ബറിനെ പോലെ, അബ്ദുൽ സലാമിനെ പോലെ, ഇപ്പം തന്നെ പിന്നെ നമ്മുടെ ഇദ്ദേഹം വന്നു, നമ്മുടെ പിന്നെ അബ്ദുള്ള കുട്ടി വന്നു. അബ്ദുള്ള കുട്ടി ഇവിടം വിട്ടങ്ങ് ഡൽഹിയിലെങ്ങാണ്ട് പോയത് കൊണ്ടാണ്, ഉറുദു ഒക്കെ നന്നായിട്ട് സംസാരിക്കും, അറബിയൊക്കെ, അതുകൊണ്ട് പുള്ളി അവിടെ എടുത്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇവിടെ നിന്നായിരുന്നെങ്കിൽ ഒരു സന്ദീപ് വാര്യരുടെ ഗതി വന്നേനെയായിരുന്നു. ഇവിടെയുള്ള പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്, ആരും ഇങ്ങോട്ട് വേണ്ട എന്നുള്ളതാണ് അവരുടെ ചിന്താഗതി. അപ്പോൾ ദേശീയ ബോധമുള്ള മുസ്ലിങ്ങളെ കൂടെ നിർത്താൻ ഇവർക്ക് കഴിയുന്നില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ക്രിസ്ത്യാനികളുടെയും നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് കേരളത്തിലെ ക്രൈസ്തവരെ കുറച്ചുകൂടെ ടഫാണ് മുസ്ലിങ്ങളെക്കാൾ കൈകാര്യം ചെയ്യാൻ. എൻ്റെ ഒരു റീഡിങ്ങിൽ ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യമാണ്. കേരളത്തിലെ സഭകളെ നിയന്ത്രിക്കുന്നത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റാണ്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ വലിയ സ്വാധീനം കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ മുകളിലുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. വിശ്വാസികൾക്ക് മേൽ സഭയ്ക്കും സ്വാധീനമുണ്ട്. വിശ്വാസികളുടെ മേൽ സഭയുടെ സ്വാധീനം കുറഞ്ഞു വരിക, അവിടേക്കാണ് ഞാൻ കുറഞ്ഞു വരികയാണ്, വളരെ കുറഞ്ഞു വരികയാണ്. പുതിയ തലമുറയൊന്നും പിന്നെ അങ്ങനെ പിന്നെ അവരൊന്നും സഭയുടെയും ഇല്ല, പിന്നെ സമുദായ പ്രമാണിമാരുടെയും ഇല്ല. അത് ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ ക്രിസ്ത്യൻ വോട്ട് കിട്ടാനുള്ള ഒരു പ്രശ്നം, ഒരു തടസ്സം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വാധീനമാണ്. ഇപ്പോഴും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പൊതുവെ പ്രിഫർ ചെയ്യുന്നത് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് വരണം, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ്, അത് ആ ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വാധീനമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ചർച്ചിൻ്റെ വലിയ രണ്ടാമത്തെ പ്രശ്നം FCRA ആണ്. ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ നിയന്ത്രിക്കപ്പെട്ടതോടുകൂടി മതപരിവർത്തനം തീർന്നു, അവരുടെ ഒരുപാട് ഡെവലപ്മെൻറ്റൽ വർക്ക്സ് തീർന്നു. അപ്പോൾ അതൊക്കെ അവർക്ക് വാശിയാണ്. ക്രൈസ്തവർക്ക് കാര്യത്തിൽ ഒരു വാശി, സഭയ്ക്ക്, ക്രൈസ്തവർക്കല്ല സഭയ്ക്ക് വാശിയുണ്ട്. ഈ ഫോറിൻ പിന്നെ കോൺട്രിബ്യൂഷൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് സാധാരണ ക്രിസ്ത്യാനിയല്ല, സഭയാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. 3, മതപരിവർത്തനത്തിന് എതിരായി BJP സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനോടെ സഭയ്ക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഈ 3 കാര്യങ്ങളും കേരളത്തിലെ മുസ്ലിങ്ങളുടെ സ്വാധീനം ചെലുത്തുന്ന കാര്യമല്ല. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇല്ല, FCRA ഇല്ല, മതപരിവർത്തനമില്ല. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായിട്ട് ഇതൊരു പാൻ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് തന്നെ ചിന്തിച്ചുകൊണ്ട് ഇതിലൊക്കെ ചെറിയ ഇളവുകൾ കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ നിന്ന് പോരുമോ? ഇല്ല, ഒരു ഇളവും കൊടുക്കേണ്ട കാര്യമില്ല. ഇളവ് കൊടുത്താൽ ഹിന്ദു വോട്ട് നഷ്ടപ്പെടും. ഇളവ് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെന്താ? ക്രിസ്ത്യാനികളിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു ചിന്താഗതി മനസ്സിലാക്കണം. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തിനുണ്ടായ ഡെവലപ്മെൻറ്റ് ഇഷ്ടപ്പെടുന്ന യുവജനങ്ങളിലെ ഒരു വലിയ ശതമാനം ക്രൈസ്തവരാണ്. നിങ്ങൾ ക്രൈസ്തവർ ചെറുപ്പക്കാരോട് സംസാരിച്ച് നോക്കുകയുള്ളൂ. അവരൊക്കെ വലിയ പ്രത്യാശയോടെയാണ് നരേന്ദ്രമോദിയെ കാണുന്ന ഒരു ഹിന്ദു നേതാവായിട്ടല്ല. അവർ നരേന്ദ്രമോദിയെ കാണുന്നത് അവർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന, അവർക്ക് തൊഴിൽ കൊടുക്കുന്ന, രാജ്യത്തെ വളർത്തുന്ന, രാജ്യത്തെ വികസിപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ടാണ്. അതിനാണ് അവർ വോട്ട് ചെയ്യുന്നത്. അല്ലാതെ അവർ ക്രിസ്ത്യാനി മുസ്ലിം കൊണ്ട് വോട്ട് ചെയ്യുന്നവരല്ല ക്രൈസ്തവരായ ചെറുപ്പക്കാർ. അവർ വിശാലമായ അർത്ഥത്തിൽ കാണും. പക്ഷേ അവരെ കൂടെ നിർത്തണമെങ്കിൽ അവിടാണ് ഞാൻ പറഞ്ഞ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് വേണം. അനൂപ് ആൻ്റണിക്കുണ്ടായ സംഭവം പറഞ്ഞല്ലോ, എവിടെ പോയി അനൂപ് ആൻ്റണി? അപ്പം ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നല്ല കഴിവുള്ള ക്രൈസ്തവരെ, നല്ല കഴിവുള്ള മുസ്ലിങ്ങളെ, ഡോക്ടർ അബ്ദുൽ സലാമിനെ പോലുള്ള ആളുകളെ, രാമസിംഹനെ പോലുള്ള ആളുകളെ, ഇവരൊക്കെ വളർത്തിയെടുത്തു കഴിയുമ്പോൾ ദേശീയ ബോധമുള്ള വലിയൊരു വിഭാഗം BJP അനുഭാവികളെ ക്രൈസ്തവരുടെ ഇടയിലും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ഇടയിലും ഉണ്ടാവും. മുസ്ലിങ്ങളുടെ ഇടയിൽ വളരെ സ്ലോയിലി അത് ഉണ്ടാവുള്ളൂ, കാരണം ശക്തമായി മുസ്ലിം ലീഗിൻ്റെ സ്വാധീനമുള്ളതുകൊണ്ട് അതുണ്ടാവുള്ളൂ. പക്ഷേ ക്രൈസ്തവരുടെ ഇടയിൽ
കുറച്ചുകൂടെ വരാം. ക്രൈസ്തവർ തന്നെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ഭാഗമാണല്ലോ കാസ എന്ന് പറഞ്ഞ ഒരു സംഭവം വന്നത്. ഇപ്പം തന്നെ ഇലക്ഷൻ വരുമ്പോഴും ഇത് പ്രയോജനപ്പെടുത്തും. ഉദാഹരണത്തിന് വഖഫ്, ആ വഖഫ് പോലും പ്രയോജനപ്പെടുത്താൻ BJPക്ക് കഴിയാതെ പോകുന്നതിൻ്റെ കാരണം ഇതാ കമ്മ്യൂണിറ്റിയോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർക്ക് അറിയത്തില്ല. അതിന് കേഡറിന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. നേതാവ് വന്ന് ഇതുമായി ബന്ധമില്ലാത്തൊരു കാര്യത്തിനെക്കുറിച്ച് പറഞ്ഞിച്ചു പോകും, ആളുകൾ സ്വാഭാവികമായിട്ട് കൈയടിച്ചു പോകും. അതിനപ്പുറത്ത് ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കേരളത്തിലെ ഡെമോഗ്രഫി പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിങ്ങളെ ഒരു ചെറിയ ശതമാനത്തെയും ക്രിസ്ത്യാനികളിൽ ബഹുഭൂരിപക്ഷത്തെയും BJPക്ക് കൃത്യമായി അവരുടെ വികസന അജണ്ട തന്നെ മുന്നേ വെച്ചിട്ട് കൂടെ നിർത്താൻ കഴിയും. കാരണം അവർക്ക് പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ക്രിസ്ത്യാനികൾക്കൊന്നും വേണ്ട, രാജ്യം വികസിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. മുസ്ലിങ്ങളും അങ്ങനെ തന്നെ. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും BJPക്കൊപ്പം ചേർത്ത് നിർത്തുന്നതിൻ്റെ ആവശ്യകത, അത് ചേർത്ത് നിർത്തിയാൽ എന്താണ് ഗുണം എന്നുള്ള കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു. പക്ഷേ ഈ കാര്യങ്ങൾ സമ്മതിക്കുമ്പോഴും മറുഭാഗത്ത് ഇപ്പോൾ ഈ അടുത്തിടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് അത്ര ആകാൻ ബുദ്ധിമുട്ടുള്ള ഒരു മെസ്സേജ് ഒരു BJP പ്രവർത്തകൻ ഫോർവേഡ് ചെയ്യുന്നത് ഞാൻ സാന്ദർഭികമായി കാണുകയുണ്ടായി. അതോടെ ഞാൻ ചോദിച്ചു, നിങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ തെറ്റായൊരു സന്ദേശമായിരിക്കില്ലേ നിങ്ങൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ BJPക്ക് കൊടുക്കുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, എന്ത് പറഞ്ഞാലും മുസ്ലിങ്ങൾ നമുക്ക് വോട്ട് ചെയ്യില്ല. അവരെന്നിട്ട് UPയിൽ ഏതൊക്കെയോ സർക്കാർ സ്കീമുകൾ മുസ്ലിങ്ങൾക്ക് കൂടുതലായി കൊടുത്തു, ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറി ആയത് അവരാണ്. പക്ഷേ അവിടെ നിന്ന് ഒരു വോട്ട് പോലും BJPക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്ന ആൾക്കാരുടെ വോട്ടിന് വേണ്ടി നിൽക്കാതെ മറുഭാഗത്തുള്ള വോട്ട് മാക്സിമം ഇങ്ങ് പോരട്ടെ, ഒരു കൺസോൾട്ടേഷൻ അവിടെ ഉണ്ടാക്കിയാൽ നമുക്ക് ജയിക്കാം, അതൊരു സ്ട്രാറ്റജി ആയിട്ട് അവർ പറയുന്നതാണ്. ഈ ഒരു ചിന്താഗതിയോടുകൂടി BJP പ്രവർത്തകർ മുന്നോട്ട് പോകുമ്പോൾ താങ്കൾ ഈ പറയുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എത്രത്തോളം പോസിറ്റീവായി മുന്നോട്ട് പോകും? മനുഷ്യൻ്റെ ഒരു മറുപടി എന്ന് പറയുന്നത്, മറുഭാഗത്ത് അതായത് ഹിന്ദുക്കളുടെ വോട്ട് പരമാവധി സമാഹരിക്കണം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം. അതിനകത്ത് രണ്ട് ഭാഗമുണ്ട്. UPയിലൊക്കെ ഞാൻ മറുപടി പറയാം. ഈ ഹിന്ദുക്കളിൽ ബഹുഭൂരിപക്ഷം BJP അംഗീകരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ BJPക്ക് 6-7% വോട്ടല്ലയോ കിട്ടിക്കൊണ്ടിരുന്നത്. എപ്പോഴാണ് BJPയെ ജനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്? 2014 നരേന്ദ്രമോദി വന്നപ്പോഴാണ്. 2009 പാർലമെൻറ്റ് ഇലക്ഷന് BJP കിട്ടിയ വോട്ടെന്ന് പറയാൻ 9% വോട്ടാണ്. 2014 നരേന്ദ്രമോദി മുന്നേ വന്നപ്പോൾ BJPക്ക് കേരളത്തിൽ കിട്ടിയ വോട്ട് 14%. എന്ന് പറഞ്ഞാൽ കേരളം പോലൊരു സംസ്ഥാനത്ത് 5% വോട്ടിൻ്റെ വർധനവുണ്ടാക്കാൻ ഗുജറാത്തുകാരനായ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. എന്തുകൊണ്ട്? കാരണം 10 കൊല്ലത്തെ കോൺഗ്രസിൻ്റെ ഭരണം മടുത്ത് നിൽക്കുന്ന ആളുകൾ, പിന്നെ ഇടതുപക്ഷത്തിനോട് വിയോജിപ്പുള്ള ആളുകൾ, ഇവരുടെ വോട്ടാണ് ഈ കൂടിയത്. ഞാൻ പറഞ്ഞത്, കേരളത്തിലൊരു 20-25% BJPക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കാൻ ഞാൻ പറഞ്ഞതുപോലെ ദേശീയബോധമുള്ള, ദേശീയ ചിന്തയുള്ള മുസ്ലിങ്ങളെയും ഒപ്പം ക്രൈസ്തവ സമൂഹത്തെയും ചേർത്ത് നിർത്തണം. ക്രൈസ്തവ സമൂഹത്തെയാണ് ചേർത്ത് നിർത്തുന്നത്. ഇവരുടെ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ നായന്മാരുടെ വോട്ട് കിട്ടാൻ ഈ സുകുമാരൻ നായരെ പോയി കാണും. നായർ സമുദായം ഏറ്റവും വെറുക്കുന്ന ഒരാളാണ് ഈ സുകുമാരൻ നായർ. സുകുമാരൻ നായർ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഞാൻ നായർ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്, സുകുമാരൻ നായർ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിക്ക് ഞാൻ വോട്ട് ചെയ്തില്ല. കാരണം എന്നറിയാം, അങ്ങേരത് പറയുന്നതിൻ്റെ പേരിൽ അങ്ങേരുടെ മോനോ മകക്കോ എന്തെങ്കിലും ഗുണം കണ്ടുണ്ടോ? സമുദായത്തിലെ പാവപ്പെട്ടവന് വേണ്ടി അങ്ങേര് സംസാരിക്കാറില്ല, ചെയ്യില്ല. ഇവർ പോയി പെരുന്നതിൽ എത്ര നേരം അങ്ങേരുടെ കാലെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല, ഈ സമുദായത്തിൻ്റെ വോട്ട് കിട്ടത്തില്ല. കിട്ടുമായിരുന്നെങ്കിൽ 2019 കോന്നിയിലും വട്ടിയൂർക്കാവിലും നായർ നല്ല സാന്നിധ്യമുള്ള കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു. സുകുമാരൻ നായർ അവിടെ യൂണിയൻ പ്രസിഡന്റുമാരെ വെച്ച് വർക്ക് ചെയ്തല്ലേ, കിട്ടില്ല. അതുപോലെ തന്നെ സഭകളുടെ ഒരു കാര്യം എടുത്താൽ, സഭകളുടെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. സഭകൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു 60 വയസ്സിന് മുകളിലുള്ള ആളുകളെ ഉള്ളൂ. പുതിയ ചെറുപ്പക്കാർക്ക് സഭകൾ കൊണ്ട് ഒരു സ്വാധീനം ചെലുത്താൻ പറ്റില്ല. അവർ ഈ രാജ്യത്തെ പിന്നെ കമ്മ്യൂണിക്കേഷൻ രംഗത്തുണ്ടായ ഈ മാറ്റം, ഈ ലോകത്തെ മാറ്റങ്ങളോട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതെങ്ങനെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നു, മോഡിയുടെ വിദേശ നയം എന്താണ്, മോഡിയുടെ ആഭ്യന്തര നയം എന്താണ്, ഇതാണ് ക്രൈസ്തവരായ ചെറുപ്പക്കാർ നോക്കുന്നത്. അവർ വലിയ ഉത്കർഷേച്ഛയുള്ള കഠിനാധ്വാനികളായ ആളുകളാണ് നമ്മുടെ ക്രൈസ്തവരായ ചെറുപ്പക്കാർ. കാർഷിക രംഗത്ത് എന്ത് ചെയ്യുന്നു, വ്യാവസായിക മേഖലയിൽ, അത് നോക്കിയാണ് അവർ വോട്ട് ചെയ്യുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു ബിഷപ്പോ മെത്രാനോ ഒന്നും പറയുന്നതനുസരിച്ച് കണ്ണടച്ച് വോട്ട് ചെയ്യുന്ന ക്രിസ്ത്യാനികളൊന്നും ഇല്ല. ഉണ്ടാവും, അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു എന്ന് മാത്രമല്ല, അതൊക്കെ ചെയ്യുന്ന വളരെ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി. ഇവരുടെ കൂടെ പോകണ്ട, സഭയുടെ കൂടെ അല്ല പോകേണ്ടത്, ക്രൈസ്തവരെയാണ് കയ്യിലെടുക്കേണ്ടത്. ക്രൈസ്തവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ട വികസനത്തിന്റെ രാഷ്ട്രീയമാണ് അവരോട് പറയേണ്ടത്, മതത്തിന്റെ രാഷ്ട്രീയം അല്ല. ഇവിടെ സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞു, ഈ പാശ്ചാത്യനോടെ മതം പറയണമെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഷയിലായിരിക്കണം, ഇന്ത്യക്കാരനോട് രാഷ്ട്രീയം പറയണമെങ്കിൽ അത് മതത്തിൻ്റെ ഭാഷയിലായിരിക്കണം. വിവേകാനന്ദൻ പറഞ്ഞ കാര്യമാണ്. ഇപ്പം കേരളീയനോട് രാഷ്ട്രീയം പറയുന്നത് രാഷ്ട്രീയത്തിൻ്റെ ഭാഷയിൽ തന്നെ ആയിരിക്കണം, മതത്തിൻ്റെ ഭാഷയിലും. അതുകൊണ്ട് പള്ളി പോയിട്ട് കാര്യമൊന്നുമില്ല. അതിന് പകരം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്താൽ ക്രൈസ്തവരിൽ വലിയൊരു വിഭാഗം ആളുകളെ BJPക്ക് ഒപ്പം നിർത്താൻ കഴിയും. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ മുദ്രാ ലോൺ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് മലപ്പുറത്താണ്.
അത് അദ്ദേഹം കൊണ്ടുവന്ന സ്കീമല്ലേ, നരേന്ദ്രമോദി കൊണ്ടുവന്ന സ്കീമല്ലേ, ജൻ ഔഷധി. വളരെ വില കുറഞ്ഞ് ഔഷധം കിട്ടുന്നത്. അവിടെ വില കുറഞ്ഞ ഔഷധം കൊടുത്തിട്ടുണ്ടോ? ഹിന്ദുക്കൾക്ക് മാത്രം മരുന്ന് കൊടുക്കുന്നെന്ന് എഴുതി വെച്ചിട്ടില്ലല്ലോ. ആർക്കും മരുന്ന് കിട്ടത്തില്ലേ? മുദ്രാ ലോൺ ആർക്കും കിട്ടത്തില്ലേ? കർഷക പെൻഷൻ ആർക്കും കിട്ടത്തില്ല. അതിനകത്ത് ക്രിസ്ത്യാനിന്നോ മുസ്ലിമെന്നോ ഹിന്ദു എന്നോ വേർതിരിവില്ലല്ലോ. നരേന്ദ്രമോദി കൊണ്ടുവന്ന ഒരൊറ്റ സ്കീമിൽ പോലും മതപരമായോ ജാതീയമായോ ഒരു വേർതിരിവില്ലാത്ത സ്കീംസാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഗുണഭോക്താക്കളെ, ഉദാഹരണത്തിന് കർഷക പെൻഷൻ്റെ ഗുണഭോക്താക്കളെ എത്ര പേരെന്ന് അവർക്ക് ലിസ്റ്റ് എടുത്താൽ അറിയാമല്ലോ. അവരുടെ അടുത്തേക്ക് പോകാം. ഇപ്പം മിസ്ഡ് കോൾ വന്നു. കഴിഞ്ഞ ദിവസം പ്രകാശ് ജാവദേക്കർ പറഞ്ഞു 15 ലക്ഷം ആളുകൾ ചേർന്നിട്ടുണ്ട്. അവിടെ ഗുണം എന്തോ? 15 ലക്ഷം ആളുകൾ വോട്ട് ചെയ്യൂ. പണ്ട് മിസ്ഡ് കോൾ വന്നു. ആ ലിസ്റ്റ് വല്ലതും പ്രകാശ് ജാവദേക്കറുടെ ഉണ്ടോ? മിസ്ഡ് കോളിലൊക്കെ ആളുകൾ വോട്ട് ചെയ്യും. അത് നരേന്ദ്രമോദിയെ കണ്ടുകൊണ്ടാണ്. ഇവിടുത്തെ ആരെയും കണ്ടുകൊണ്ടല്ല ഈ മിസ്ഡ് കോൾ കൊടുക്കുന്നത്. ഇവിടുത്തെ ഒരു നേതാവിനെ കണ്ടുകൊണ്ടല്ല മിസ്ഡ് കോൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ ഡെമോഗ്രഫി വെച്ച് പഠിച്ച് കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ കയ്യിലെടുക്കണമെന്ന് മനസ്സിലാക്കി അവരിലേക്ക് എങ്ങനെ വേണം BJPയുടെ പൊളിറ്റിക്കൽ അജണ്ട കൊണ്ടുപോകേണ്ടത് എന്ന് മനസ്സിലാക്കി വേണം അവർക്ക് പോകാൻ. എങ്കിലേ പറ്റുള്ളൂ. മുസ്ലിങ്ങൾ കൂടെ നയിക്കത്തില്ല ഞാൻ ഒരിക്കലും ധരിക്കുന്നില്ല. ഇപ്പോൾ UP-ലെ കാര്യം സുഹൃത്ത് പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. UP-ലെ 27 ജില്ലകളിൽ മെജോറിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ്. 20% മുസ്ലിമിലെ അവിടങ്ങളിൽ എങ്ങനെ BJPക്ക് ജയിക്കാൻ സാധിക്കുന്നു ഈ മുസ്ലിങ്ങൾക്കിടയിൽ? യെസ്, അതാ ഞാൻ പറഞ്ഞത്. 27 ജില്ലകളിലെ 93 സ്ഥലത്ത് BJPയുടെ സ്ഥാനാർത്ഥിയെ ജയിച്ചതല്ല ഹിന്ദുക്കളുമാണ്. 136 സ്ഥലത്ത് സമാജ്വാദി പാർട്ടി ജയിച്ചിട്ടുണ്ട്. സമാജ്വാദി പാർട്ടിക്കാണ് കൂടുതൽ സ്വാധീനം. പക്ഷെ കോൺഗ്രസ് ഇല്ല അവിടെ. അവിടെ BJPക്കാണ് അവർ വോട്ട് ചെയ്യുന്നത്. BJP എന്തുകൊണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. മുത്തലാഖ് നിർത്തലായിക്കൊണ്ടൊരു തീരുമാനം എടുത്തു. എന്താ സംഭവിച്ചത്? മുസ്ലിം സ്ത്രീകൾ കൂട്ടത്തോട് പോയി ഭർത്താവ് പറഞ്ഞ് വോട്ട് ചെയ്യണമെന്നൊക്കെ മുസ്ലിങ്ങൾ കൂട്ടത്തോട് പോയി വോട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ ഷിയ മുസ്ലിംസ് അവർ ഈ സംഗീതത്തിനും നൃത്തത്തിനും കലയ്ക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. ഒരു സൂഫി സംഗീതം തന്നെയുണ്ട്. അപ്പോൾ അവർ കുറച്ചുകൂടെ ഹിന്ദുക്കളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. പിന്നെ അഹമ്മദീയരുണ്ട്. ഇവരൊക്കെ അപ്പോൾ സുന്നി മുസ്ലിംസ് കേരളത്തിലുള്ള പോലെയല്ല, അവിടെ കുറച്ചുകൂടെ ലിബറലാണ്. ഇല്ലെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ UP-ലെ മുസ്ലിമിനെ ഒന്നിപ്പിച്ച് നിർത്താൻ, അതായത് വർഗീയ കലാപം ഉണ്ടാകുന്ന UP-ലെ മുസ്ലിങ്ങളെ ഒന്നിപ്പിച്ച് നിർത്താൻ BJPക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ പറ്റുന്നില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനും മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടത്തില്ല? ഇതൊരു മുൻവിധിയല്ലേ? മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഇവർ മുൻവിധിയോട് തീരുമാനിച്ചിരിക്കുകയാണ്. ഡെഫിനറ്റായിട്ട് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യും. പക്ഷേ അവരുടെ വോട്ടിന് മൂല്യമുണ്ട്. എന്തിനു വേണ്ടിയാണ് അവർ BJPക്ക് വോട്ട് ചെയ്യുന്നത്? BJPക്ക് വോട്ട് ചെയ്യുന്ന അവർ ഹിന്ദുത്വത്തിന് വേണ്ടിയല്ല, മറിച്ച് രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ്. ക്രിസ്ത്യാനി വോട്ട് ചെയ്യുന്നതും ഹിന്ദുത്വത്തിന് വേണ്ടിയല്ല, രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ്. ആ മെസ്സേജ് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മോദിയുടെ വികസന നയത്തോടെ ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗത്തെ ക്രൈസ്തവരിലും മുസ്ലിങ്ങളിലും ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ മോദി അദ്ദേഹം 3 ടൈം പൂർത്തിയാക്കുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ കാലശേഷം അടുത്ത പുതിയ ആൾക്കാർ വരും, ഈ ഷോ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ മോദിക്കുണ്ടായ ഒരു കരിസ്മ, അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭാവം ഇനിയുള്ള നാളുകളിൽ ബാക്കിയുള്ള നേതാക്കന്മാർക്ക് മോദിക്ക് ശേഷം അദ്ദേഹം ഈ പറയുന്നത് പോലെ ഒരു കരിസ്മാറ്റിക് ആണെന്നുള്ളൊരു ഇമേജ് സൃഷ്ടിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും വികസന അജണ്ട ജനങ്ങൾക്ക് പകർന്നു നൽകാനുമൊക്കെ എത്രത്തോളം സാധിക്കുമെന്നുള്ളൊരു ചോദ്യം വരുന്നില്ലേ? അത് പറ്റും. കാരണം 2004 അമേരിക്കയും ബ്രിട്ടനും വിസ നിരോധിച്ച ആളാണ് പിന്നെ നരേന്ദ്രമോദി. ഗോദ്ര കലാപം വന്നപ്പോഴേ നരേന്ദ്രമോദി രാവിലെ ശൂലവുമായിട്ട് ഇറങ്ങുമെന്നും ഗർഭിണികളെ മുസ്ലിം സ്ത്രീകളെ കൊല്ലുമെന്നും ഭ്രൂണം എടുക്കുമെന്നും ഭ്രൂണം തൃശ്ശൂലം മോദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പ്രചരണം നടന്നല്ലോ. ഗുജറാത്തിൽ മുഴുവൻ സീറ്റും വാങ്ങിച്ച് അവർ ജയിച്ചു. ഇതൊക്കെ ചുമ്മാതെ പ്രചരിപ്പിക്കുക എന്നുള്ളതല്ലാതെ, കുറച്ച് കാലത്തേക്ക് കുറച്ച് പേരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് ഇതൊന്നും പറ്റില്ല. ഡെവലപ്മെൻ്റൽ അജണ്ട അതൊരു വികസന അജണ്ടയുമായി വരുന്ന, രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ശേഷിയുള്ളൊരു നേതാവ് വന്നാൽ നരേന്ദ്രമോദി വേണമെന്നില്ല. നരേന്ദ്രമോദി അസാധാരണമായ സിദ്ധിവിശേഷമുള്ള നേതാവ്, അത് ഞാൻ സമ്മതിക്കുന്നു. അതുപോലെ ആളിനെ കിട്ടുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഈ പോളിസി, അദ്ദേഹത്തിൻ്റെ പോളിസി തുടരാൻ കഴിയുന്ന ഒരു നേതാവ് BJPയിൽ വന്നാൽ BJP, അതാണ് ഞാൻ പറഞ്ഞത്, വികസനത്തിൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്സ്, ഒരു ഡെവലപ്മെൻ്റൽ പൊളിറ്റിക്സ് മുസ്ലിങ്ങളിലും ക്രൈസ്തവരും എത്തിക്കാൻ കഴിയുകയും രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഞങ്ങളോടൊപ്പം നിങ്ങളും വരണം എന്ന് പറയുകയും ചെയ്താൽ അവരൊപ്പം നിൽക്കും. മറിച്ച് മുസ്ലിങ്ങൾ ആരും നമുക്ക് വോട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്ന ആളുകൾ മനസ്സിലാക്കണം, ബാരാമുള്ളയിൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും സ്വാധീനമുള്ള, നാഷണൽ കോൺഫറൻസിന് സ്വാധീനമുള്ള സ്ഥലത്ത് 2ാം സ്ഥാനത്തെത്തിയത് BJPയാണ്. 24 സ്ഥലത്ത് BJP ജയിച്ചു. 2002 കാശ്മീരിലെ ഒരിടത്താണ് ജയിച്ചത്. 2024 24 സ്ഥലത്ത് ജയിച്ചു. കോൺഗ്രസ് നാഷണൽ കോൺഫറൻസിലൂടെ നിന്നിട്ട് പോലും എത്ര സീറ്റാണ് കിട്ടിയത്? 6 സീറ്റ് കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മുസ്ലിങ്ങൾ വോട്ട് ചെയ്യും, പക്ഷേ മുസ്ലിങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. മുസ്ലിങ്ങളെ കാര്യം ബോധ്യപ്പെടുത്താനും മുസ്ലിങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കുവാനും കഴിയുന്ന ഒരു നേതൃത്വം എന്ന് BJPക്ക് കേരളത്തിലുണ്ടാകുമോ അന്ന് ഒരു ചെറിയ ശതമാനം മുസ്ലിങ്ങളാണെങ്കിലും വോട്ട് ചെയ്യും. മുസ്ലിങ്ങളെല്ലാവരും തീവ്രവാദികളൊന്നുമല്ല.
അതിനകത്ത് പിന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർ ജീവിക്കാൻ വേണ്ടി. വളരെ ലിബറലായിട്ട് ചിന്തിക്കുന്ന ആളുകൾ വിദേശ രാജ്യത്ത് പോയി, എൻ്റെ പല സുഹൃത്തുക്കളും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ പോയ ആളുകൾ തിരിച്ചു വന്ന് കാനഡയിലൊക്കെ പോയി മുസ്ലിങ്ങൾ അവർ വന്ന് പറയുന്നത് മോദി വന്നതിന് ശേഷം ഞങ്ങളുടെയൊക്കെ സ്റ്റാറ്റസ് മാറിയെന്നാണ് വളരെ സന്തോഷത്തോടെ പറയുന്നത്. അല്ല അതാ ഞാൻ പറഞ്ഞത്, ഇത് പറ്റും. ഈ ആളുകളെ കൂടെ നിർത്താൻ കഴിയുന്ന പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് ഉള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഡിസൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു ടീം അങ്ങനെ ഉണ്ടെങ്കിൽ BJP സംശയിക്കേണ്ട, കേരളത്തിൽ അധികാരത്തിൽ വരാൻ പറ്റും. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പോക്ക് പോയാൽ 2025 അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംപൂജ്യരാകും. 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പച്ച തൊടാൻ പോകുന്നില്ല, അതിന് സംശയിക്കുകയും വേണ്ട. നിലവിലെ സ്ഥിതി തുടർന്നാൽ BJP ഈ സ്ഥിതിയിൽ 100 കൊല്ലം പോയാലും BJP രക്ഷപ്പെടില്ല. നമുക്ക് നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് BJP വരിക. ഈ പറയുന്നത് പോലെ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ അവരെ എന്താ പറയുക ക്രമാനുഗതമായി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം, തുടർന്ന് ചർച്ച ചെയ്യാം. നന്ദി.